നമസ്കാരം. നമുക്ക് സ്റ്റാൻഡേർഡ് 6ന്റെ ചാപ്റ്റർ 2 ആയ എസൻസ് ഓഫ് ചേഞ്ച് എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. എല്ലാവർക്കും ചാപ്റ്റർ 1 മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഞാനൊരു റിവിഷൻ രൂപത്തിലാണ് തരുന്നത്. ചാപ്റ്ററിന്റെ പേര് ദ എസൻസ് ഓഫ് ചേഞ്ച്. അതായത് നമുക്കറിയാം, ലോകത്തിൽ പലതരത്തിലുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനം, എസൻസ് പറഞ്ഞ കാതൽ, അതിന്റെ അടിസ്ഥാനം, എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത്, അതിന്റെ അടിസ്ഥാനം എന്താണ്, അതെല്ലാം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തില് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ 1. What are types of changes you found in the world? List out the changes you can see around you. Changes that you can see around you. നിങ്ങൾക്ക് ചുറ്റിലും കാണുന്ന, അറൗണ്ട് പറഞ്ഞ ചുറ്റിലും കാണുന്ന ചേഞ്ചസ് ലിസ്റ്റ് ചെയ്യുക. ഏതൊക്കെ ചേഞ്ചസ് ആണ്? ഏതൊക്കെ ചേഞ്ചസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മള് പലതരത്തിലുള്ള ചേഞ്ചസ് കാണുന്നുണ്ട്. ഏതൊക്കെ ചേഞ്ചസ് ഉണ്ട്? ഡ്രൈയിങ് ഔട്ട് ക്ലോത്ത്സ്, ഡ്രൈയിങ് ക്ലോത്ത്സ്. പിന്നെ ഏതാ? റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, ബൾബ് ഗ്ലോയിങ്. പലതരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് എഴുതാൻ പറ്റും. ബൾബ്സ് ഗ്ലോയിങ്, ബൾബുകൾ തിളങ്ങുന്നത്, അതൊരു ചേഞ്ചസ് ആണ്. ഇതുപോലെ ധാരാളം ചേഞ്ചസ് എഴുതാൻ പറ്റും. അപ്പോ ഈ ചേഞ്ചസിൽ എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് ഉണ്ടാവുന്നത്? അതാണ് ക്വസ്റ്റ്യൻ 2. ക്വസ്റ്റ്യൻ 2 നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് ദ ഫോം ഓഫ് എനർജി യൂസ്ഡ് ഇൻ ദീസ് ചേഞ്ചസ്? നെയിം the energy change or form of energy used for the changes. ഏത് എനർജിയാണ് ഉപയോഗിച്ചത്? ഡ്രൈയിങ് ഓഫ് ക്ലോത്ത്സ്. ഡ്രൈയിങ് ഓഫ് ക്ലോത്ത്സിൽ ഏത് എനർജിയാണ് ഉപയോഗിച്ചത്? ഡ്രൈയിങ് ക്ലോത്ത്സ്. സോളാർ എനർജി ഓർ ഹീറ്റ് എനർജി ഓഫ് സൺ. സോളാർ എനർജി ഓർ എനർജി ഓഫ് സൺ. ബൾബ് ഗ്ലോയിങ്, ഏത് എനർജിയാണ് ഉപയോഗിച്ചത്? ബൾബ്സ് ഗ്ലോയിങ്. ഏത് എനർജിയാണ് ഉപയോഗിച്ചത്? ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി യൂസ്ഡ്. അപ്പോ ഈ 2 ക്വസ്റ്റ്യൻസ് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പിക്ചർ പേജ് നമ്പർ 18 ഒരു ബൾബ് കാണുന്നുണ്ട്. അതിൽ ചോദിക്കുന്ന which is the energy used, which is the energy produced, and which one we make use of. അതാണ് ക്വസ്റ്റ്യൻ 3 പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 3. The bulb is glowing. Bulb, when a bulb glows, which name the type of energy produced. Name the energy produced and also the energy we make use of. Energy we make use of. Question 3. When a bulb glows, name the energy produced. ഏത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്? ഓൾസോ എനർജി വി മേക്ക് യൂസ് ഓഫ്. അപ്പോ ഇലക്ട്രിക്കൽ ബൾബ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചേക്കണ ഫിലമെന്റ് ബൾബാണ്. അപ്പൊ ഫിലമെന്റ് ബൾബ് കത്തുമ്പോ ഏതൊക്കെ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 3. എനർജി പ്രൊഡ്യൂസ്ഡ്. ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. ലൈറ്റ് എനർജി മാത്രമല്ല, നമുക്ക് ആവശ്യം ലൈറ്റ് എനർജി ആണെങ്കിൽ കൂടി ഫിലമെന്റ് ബൾബ് കത്തുമ്പോൾ ലൈറ്റ് എനർജി
and heat energy. Which energy we make use of? Energy we make use of ഏതാണ്? ലൈറ്റ് ആണോ ഹീറ്റ് ആണോ? വി മേക്ക് യൂസ് ഓഫ് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി, നമുക്ക് വേണ്ടിയ എനർജി ലൈറ്റ് എനർജി. അപ്പൊ ഹീറ്റ് എനർജി വേസ്റ്റ് ആണ്. നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും ഫിലമെന്റ് ബൾബില്. പക്ഷെ നമുക്ക് ലൈറ്റ് എനർജി മാത്രമേ ആവശ്യമുള്ളൂ. ഹീറ്റ് എനർജി ഒരു വേസ്റ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4. Filament bulb. Which bulb you prefer to? Which bulb? Filament or LED will you prefer at your home? Why? Why? എന്തായിരിക്കും? ഫിലമെന്റ് ബൾബ് നമുക്കറിയാം, നമ്മൾ തൊട്ട് നോക്കിയാൽ ഹീറ്റ് എനർജി ഉണ്ടാവും. പക്ഷെ LED ബൾബ് തൊട്ട് നോക്കിയിട്ടുണ്ടോ? അതിൽ ഹീറ്റ് ഉണ്ടാവില്ല. LED ബൾബില് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി പൂർണ്ണമായിട്ടും ലൈറ്റ് എനർജി ആയിട്ട് മാറും. അപ്പോ ആൻസർ എന്താ? ആൻസർ 4. വി പ്രിഫർ ഓർ നമുക്ക് എഴുതാം ഐ പ്രിഫർ LED ബൾബ്. Because in LED bulb, electrical energy is changed only into light energy. There is no wastage of electricity. There is no wastage of electricity. ഇനി ഫിലമെന്റ് ബൾബില് ഹീറ്റ് എനർജി ഉണ്ടാവും, അതൊരു വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോ അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. ക്വസ്റ്റ്യൻ 5. റൈറ്റ് എ സിറ്റുവേഷൻ where we use filament bulb instead of LED bulb. Filament bulb instead of, അതിന് പകരം LED ബൾബ് അവിടെ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഫിലമെന്റ് ബൾബാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ആ സിറ്റുവേഷൻ? ആൻസർ 5. എവിടെയാണ് ഹീറ്റ് ആവശ്യമുള്ളത്? ഫോർ ഹാച്ചിങ് എഗ് we can use only filament bulb because നമുക്കറിയാം ഹാച്ചിങ്ങിന് ചൂട് വേണം. അപ്പൊ നമുക്ക് ഫിലമെന്റ് ബൾബ് വെച്ചു കൊടുത്താല് ഹാച്ചിങ് നടക്കും. അപ്പോ ഫോർ ഹാച്ചിങ് എഗ് we use here we need a heat, we use filament because here we need a heat for hatching the egg. അപ്പോ ക്വസ്റ്റ്യൻ 5 കഴിഞ്ഞു. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ 6. complete the chart. Device name, device, energy used, ഏത് എനർജി ഉപയോഗിച്ചാണ് ഡിവൈസ് പ്രവർത്തിക്കുന്നത്. ഡിവൈസ് പറഞ്ഞാൽ ഉപകരണം. ഡിവൈസ് പ്രവർത്തിക്കുന്ന എനർജി യൂസ്ഡ് ആൻഡ് എനർജി പ്രൊഡ്യൂസ്ഡ്. ഒരു എനർജി മാത്രമാവില്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന, ധാരാളം എനർജി പ്രൊഡ്യൂസ് ചെയ്യും. സൗണ്ട് എനർജി, ഇപ്പൊ നമുക്കറിയാം ക്രാക്കേഴ്സ് ബേൺ ചെയ്താൽ സൗണ്ട് എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, എനർജി പ്രൊഡ്യൂസ്ഡ് ഉണ്ടാവും. അതുപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി വി യൂസ് മേക്ക് യൂസ് ഓഫ്
അല്ലെങ്കിൽ എനർജി ബി യൂസ്ഡ്. ബാക്കിയുള്ള എല്ലാം വേസ്റ്റേജ് ആണ്. അപ്പോ ആദ്യത്തെ അപ്പാരറ്റസ്, ഡിവൈസ്, മിക്സർ ഗ്രൈൻഡർ. അതിലേതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി യൂസ്ഡ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് മിക്സർ ഗ്രൈൻഡറിൽ ഏതൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും? കറങ്ങണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളത് കറക്കമാണ്. കറങ്ങുന്നതിനുള്ള എനർജിയാണ് മെക്കാനിക്കൽ എനർജി. അത് ആവശ്യമുള്ള എനർജിയാണ് മെക്കാനിക്കൽ എനർജി. ഏത് സാധനം മൂവ് ചെയ്യുന്ന ഏത് ഡിവൈസിനും മെക്കാനിക്കൽ എനർജി ഉണ്ട്. മൂവിങ് കാർ, മൂവിങ് ചിൽഡ്രൻ, അപ്പോ മൂവിങ് വാട്ടർ, മെക്കാനിക്കൽ എനർജി. അതോടൊപ്പം തന്നെ മിക്സർ ഗ്രൗണ്ടിൽ ഏതൊക്കെ എനർജി ഉണ്ടാവും? സൗണ്ട് നന്നായിട്ട് കേൾക്കും, സൗണ്ട് എനർജി ഉണ്ട്. പിന്നെ ഏത് എനർജി ഉണ്ട്? ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. ഇത്രയും എനർജി ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള എനർജി ഏതാ? കറങ്ങിയാൽ മാത്രമേ അത് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എനർജി ഇവിടെ എഴുതണം. എനർജി യൂസ്ഡ് മെക്കാനിക്കൽ എനർജി. ബാക്കിയുള്ള എനർജി ഒക്കെ വേസ്റ്റ് ആണ്. സൗണ്ട് എനർജി ആവശ്യമില്ല, ഹീറ്റ് എനർജി ആവശ്യമില്ല, ഇതെല്ലാം വേസ്റ്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് ഫാൻ കറങ്ങുമ്പോ ഏതൊക്കെ എനർജി? യൂസ്ഡ് എനർജി ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി. എനർജി പ്രൊഡ്യൂസ്ഡ് മൂവ് ചെയ്യുന്നുണ്ട് ഇലകള്, ഫാനിന്റെ ഇലകൾ. അപ്പോ മെക്കാനിക്കൽ എനർജി ഉണ്ട്. അപ്പോഴാണ് നമുക്ക് കാറ്റ് കിട്ടുന്നത്. മെക്കാനിക്കൽ എനർജി. ഒച്ച കേൾക്കാറുണ്ടോ സൗണ്ടിന്ന്? സൗണ്ട് എനർജി. അതുപോലെ തന്നെ ഹീറ്റ് എനർജിയും ഉണ്ടാവുന്നുണ്ട്. തൊട്ട് നോക്കിയാല് കുറേശ്ശെ ഹീറ്റ് ഒക്കെ ഉണ്ടാവും. ഹീറ്റ് എനർജി. നമുക്ക് ആവശ്യമുള്ള എനർജി ഏതാണ്? മെക്കാനിക്കൽ എനർജി. ഡിവൈസ് നെയിം. കാർ ഏത് എനർജി ഉപയോഗിക്കുന്നുണ്ട്? ഫ്യൂവൽ ഉണ്ട്. ഏത് സബ്സ്റ്റൻസിന്റെ ഉള്ളിലുള്ള എനർജിയാണ് കെമിക്കൽ എനർജി. നമ്മുടെ ഫുഡ് കെമിക്കൽ എനർജി ആണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കെമിക്കൽ എനർജിയാണ് നമ്മൾ കളിക്കുമ്പോൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ എല്ലാ ഫ്യൂവൽസിലും, ഡീസൽ, പെട്രോൾ, എല്ലാത്തിലും കെമിക്കൽ എനർജി ഉണ്ട്. പെട്രോൾ ഇല്ലാതെ കാർ ചലിക്കില്ലല്ലോ. അപ്പൊ കെമിക്കൽ എനർജി ഉണ്ട്. അത് ഏതായിട്ട് മാറും? കാർ മൂവ് ചെയ്യുന്ന ഏതൊരു സാധനത്തിനും ഏത് എനർജി ഉണ്ട്? മെക്കാനിക്കൽ എനർജി. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജിയാണ്. മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. അപ്പൊ ഇതുപോലെ തന്നെ അതിന്റെ എൻജിൻ ചൂടാവാറുണ്ട്. അപ്പൊ ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. അതൊരു വേസ്റ്റ് ആണ്. എന്നാൽ കൂടി ഹീറ്റ് എനർജിയും മെക്കാനിക്കൽ എനർജിയും ഉണ്ടാവും. ഫ്യൂവല് കത്തുമ്പോ, പെട്രോള് കത്തുമ്പോ കെമിക്കൽ എനർജി, പെട്രോളിലെ കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയും ഹീറ്റ് എനർജിയും ആയിട്ട് മാറും. നമുക്ക് യൂസ് ചെയ്യുന്നത് എന്താ? മെക്കാനിക്കൽ എനർജി. കാർ മൂവ് ചെയ്യണം. അപ്പൊ മൂവ് ചെയ്യുന്ന സാധനങ്ങൾക്ക് മെക്കാനിക്കൽ എനർജി കൂടിയേ പറ്റൂ. മെക്കാനിക്കൽ എനർജി. ഇനി ഏതൊക്കെ അപ്പാരറ്റസ് നമുക്ക് എടുക്കാം? ക്രാക്കേഴ്സ് ബേൺഡ്. പടക്കം പൊട്ടുമ്പോ ഏത് എനർജിയാണ് ക്രാക്കേഴ്സിന്റെ ഉള്ളിലുള്ളത്? കെമിക്കൽ എനർജി. ഈ കെമിക്കൽ എനർജി ക്രാക്കേഴ്സ് ബേൺ ചെയ്യുമ്പോൾ ഏതെല്ലാം എനർജി ആയിട്ട് മാറും? സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. പിന്നെയോ ഹീറ്റ് ഉണ്ടാവും. കൈയൊക്കെ കത്തിയിട്ട് അപകടം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഹീറ്റ് എനർജി. പിന്നെ ഏതാ? ലൈറ്റ് എനർജി ഉണ്ടാവാറുണ്ട്. ലൈറ്റ് എനർജി. ഇത്രയും എനർജി ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യം സൗണ്ട് എനർജി, ലൈറ്റ് എനർജി. ഹീറ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോ സൗണ്ട് ആൻഡ് ലൈറ്റ് എനർജി നമുക്ക് ആവശ്യമാണ്. അപ്പോ ക്വസ്റ്റ്യൻ 6 കംപ്ലീറ്റ് ദ ചാർട്ട് എല്ലാവരും പഠിച്ചോളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ 7ലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ 7. Can energy be produced? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിനകത്ത് ലോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വലിയ ക്ലാസ്സുകളിലേ പഠിക്കുള്ളൂ. Can energy be produced? No. Answer 7. Energy can
neither be produced nor be destroyed. അല്ലെങ്കിൽ പറയാം energy can change from one form to another. Energy can be changed from one form to another. It can never be produced from one form to another. Question 8. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുന്നതും അതുപോലെ ഫാൻ ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ആക്കുന്നതൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ എനർജി സേവിങ് ടെക്നിക്സ് എല്ലാവരും ഓർത്തിരിക്കണം. നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ലൈറ്റ് കെടുത്താനും അതുപോലെ LED എനർജി സേവിങ് ആയിട്ടുള്ള ഡിവൈസ് ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ക്വസ്റ്റ്യൻ 8 അതായിക്കോട്ടെ. റൈറ്റ് എനി ടു എനർജി കൺസർവിങ് മെത്തേഡ്സ്. റൈറ്റ് എനി ടു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. എനി ടു എനർജി കൺസർവിങ് methods that you can adopt. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും 2 എനർജി സേവിങ് മെത്തേഡ്സ് പറയുക. ആൻസർ 8. സ്വിച്ച് ഓഫ് ഫാൻ when not in use. സ്വിച്ച് ഓഫ് all electrical device. കമ്പ്യൂട്ടർ ആവട്ടെ, ഫാൻ ആവട്ടെ, ഏതൊക്കെ ബൾബ്, മോട്ടർ. സ്വിച്ച് ഓഫ് ഡിവൈസ് വെൻ നോട്ട് ഇൻ യൂസ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്തെ, യൂസ് എനർജി സേവിങ് ബൾബ്സ് ഇൻസ്റ്റെഡ് ഓഫ് എനർജി വേസ്റ്റിംഗ് ബൾബ്. യൂസ് എനർജി സേവിങ് ഡിവൈസസ് ഉണ്ട്, അല്ലെങ്കിൽ എനർജി സേവിങ് ബൾബ് ഉണ്ട്. എനർജി സേവിങ് ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ LED ബൾബ്. യൂസ് LED ബൾബ്. യൂസ് LED ബൾബ് ഇൻസ്റ്റെഡ് ഓഫ് ഫിലമെന്റ് ബൾബ്. അപ്പൊ ക്വസ്റ്റ്യൻ 8 ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്വിച്ച് ഓഫ് ഡിവൈസ് വെൻ നോട്ട് ഇൻ യൂസ്. ഏത് ഡിവൈസ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഫാൻ ആവട്ടെ ലൈറ്റ് ആവട്ടെ, അത് സ്വിച്ച് ഓഫ് ചെയ്യുക. അതുപോലെ യൂസ് എനർജി സേവിങ് ഡിവൈസസ് ഇൻസ്റ്റെഡ് ഓഫ്, ഫോർ എക്സാമ്പിൾ യൂസ് LED ബൾബ് ഇൻസ്റ്റെഡ് ഓഫ് ഫിലമെന്റ് ബൾബ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 9ലേക്ക് കടക്കാം. Which energy change takes place during photosynthesis? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. പ്ലാന്റ്സിന് മാത്രം സോളാർ സൺലൈറ്റ് ട്രാപ്പ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെയധികം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോസിന്തസിസ്, വിച്ച് എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ്. നമുക്കറിയാം സൺലൈറ്റ് ഉപയോഗിച്ച് പ്ലാന്റ്സ് ലീവ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്. അപ്പോൾ ഏത് എനർജി ചേഞ്ച്? സൺലൈറ്റിന്റെ സോളാർ എനർജി, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ മീൻസ് ലൈറ്റ്. അപ്പൊ ലൈറ്റ് എനർജി ഓഫ് സൺ ചേഞ്ച് ഇൻ ടു ഫുഡ് ഉണ്ടാക്കുകയാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഫുഡിൽ ഏത് എനർജിയാണുള്ളത്? കെമിക്കൽ എനർജി ഓഫ് ഫുഡ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് light energy of sun change to chemical energy of food. അപ്പോൾ ആൻസർ 9. Light energy of sun changes to chemical energy of food. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 10, when you eat food and you play, which energy
change takes place. Suppose you run. Is there any energy change takes place? Is there any energy change taking place? Yes or no? നിങ്ങൾ ഓടുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് എനർജി ചേഞ്ച് ആണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി ചേഞ്ച്? ഏതായിരിക്കും? നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡിലുള്ള എനർജി ഏത് എനർജിയാണ്? ഫുഡില് ഏത് സബ്സ്റ്റൻസിനും ഏത് എനർജിയാണ്? കെമിക്കൽ എനർജി. അപ്പോ കെമിക്കൽ എനർജി ഓഫ് ഫുഡ്, നിങ്ങൾ ഓടുകയാണ്, മൂവ് ചെയ്യുന്ന പദാർത്ഥങ്ങൾക്ക് ഏത് എനർജിയാണുള്ളത്? മെക്കാനിക്കൽ എനർജി. കെമിക്കൽ എനർജി ഓഫ് ഫുഡ്, യുവർ ഫുഡ് ചേഞ്ചസ് ടു മെക്കാനിക്കൽ എനർജി ഡ്യൂറിങ് റണ്ണിങ്. നമ്മൾ റണ്ണിങ്ങിന്റെ സമയത്ത് കെമിക്കൽ എനർജി ഓഫ് ഫുഡ് ചേഞ്ചസ് ടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ക്വസ്റ്റ്യൻ 10 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ 10 വരെ എല്ലാവരും എഴുതിയെടുക്കുക, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.